നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വളരെ സാധാരണമായ ഒരു രോഗമാണ് പ്രമേഹം. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് പ്രമേഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. എന്താണ് ടൈപ്പ് 1 പ്രമേഹം, എന്താണ് ടൈപ്പ് 2 പ്രമേഹം, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്താണ് പ്രമേഹം? നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിൽ നിന്നാണ്. ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്താൻ ഇൻസുലിൻ എന്ന ഹോർമോൺ സഹായിക്കുന്നു. നമ്മുടെ പാൻക്രിയാസ് എന്ന അവയവമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസുലിന്റെ അളവിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രമേഹത്തിന് കാരണമാകുന്നത്. ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം സാധാരണയായി കുട്ടികളിലോ ചെറുപ്പക്കാരിലോ ആണ് കണ്ടുവരുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തെറ്റായി പ്രവർത്തിച്ച് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇത് കാരണം ശരീരത്തിലെ ഇൻസുലിൻ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ടൈപ്പ് 1 പ്രമേഹമുള്ളവർക്ക് ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ലഭിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ദിവസവും ഇൻസുലിൻ കുത്തിവയ്പ് നിർബന്ധമാണ്. ഇതിന് ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്നും പറയാറുണ്ട്. ജീവിതശൈലിയോ ഭക്ഷണ രീതിയോ അല്ല ഇതിന്റെ പ്രധാന കാരണം. ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹമാണ് പ്രമേഹ രോഗികളിൽ 90 മുതൽ 95% പേരിലും കാണപ്പെടുന്നത്. സാധാരണയായി 40 വയസ്സിന് മുകളിൽ ഉള്ളവരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിൽ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പാൻക്രിയാസിന് കഴിയാത്തതോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശരീരത്തിന് കഴിയാതെയോ വരുന്നു. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പാരമ്പര്യം, അമിതവണ്ണം, വ്യായാമമില്ലാത്ത ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണം എന്നിവയൊക്കെ ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാവാം. ഇതിന് മരുന്നുകൾ, ഇൻസുലിൻ, ആരോഗ്യപരമായ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെ ചികിത്സ നൽകും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.